എഡ്യു ഹബിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളിന്ന് നോക്കാനായിട്ട് പോകുന്നത് HSST മാത്സ്, ഇതിനു മുമ്പ് നടത്തിയ HSST മാത്സ് പരീക്ഷയിലെ റിസർച്ച് ആൻഡ് ടീച്ചിങ് ആപ്റ്റിറ്റ്യൂഡ് എന്ന സെക്ഷനിൽ നിന്ന് ചോദിച്ച ക്വസ്റ്റ്യൻസ് ആണ്. ഇതിന് മുമ്പത്തെ വീഡിയോസിലും നമ്മൾ HSSTയിൽ ചോദിച്ച റിസർച്ച് ആൻഡ് ടീച്ചിങ് ആപ്റ്റിറ്റ്യൂഡിലെ ക്വസ്റ്റ്യൻസ് നമ്മൾ അനലൈസ് ചെയ്തിരുന്നു. അത് നിങ്ങൾക്ക് ലഭിക്കുവാനായിട്ട് HSST പേപ്പർ 1 എന്ന് പറഞ്ഞൊരു പ്ലേലിസ്റ്റിൽ കയറി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. റിസർച്ച് ആൻഡ് ടീച്ചിങ് ആപ്റ്റിറ്റ്യൂഡിൽ നിന്ന് 10 ക്വസ്റ്റ്യൻസ് ആണ് നമുക്ക് പരീക്ഷയ്ക്ക് ചോദിക്കുന്നത്. സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ്. സോ അത് പഠിച്ചിട്ട് പോയി കഴിഞ്ഞാൽ നമുക്ക് 10 മാർക്ക് ഉറപ്പിക്കാനായിട്ട് സാധിക്കും. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, വിച്ച് എമംഗ് ദ ഫോളോയിങ് ഈസ് നോട്ട് എ ഫാക്ടർ ദാറ്റ് അഫക്ട്സ് ലേണിംഗ്? താഴെ കൊടുത്തിരിക്കുന്നതിൽ ലേണിങ്ങിനെ അഫക്റ്റ് ചെയ്യാത്ത ഫാക്ടർ ഏതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഇൻഡിവിജ്വൽ വേരിയബിൾ, ടാസ്ക് വേരിയബിൾ, മെത്തേഡ് വേരിയബിൾ, മെമ്മറി വേരിയബിൾ. അതായത് ലേണിങ്ങിനെ അഫക്റ്റ് ചെയ്യാത്ത വേരിയബിൾ ഏതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഇവിടെ ആൻസർ വരുന്നത് ഓപ്ഷൻ ഡി ആണ്, മെമ്മറി വേരിയബിൾ ആണ്. ഇൻഡിവിജ്വൽ വേരിയബിളും ടാസ്ക് വേരിയബിളും മെത്തേഡ് വേരിയബിളും നമ്മുടെ ലേണിങ്ങിനെ അഫക്റ്റ് ചെയ്യുന്നു. മെമ്മറി വേരിയബിൾ എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മൾ പഠിച്ചൊരു കാര്യം നമ്മൾ ഓർത്തിരിക്കുന്ന മാത്രമേ ഉള്ളൂ. വെച്ചാൽ മെമ്മറി എന്ന് പറയുമ്പോൾ മെമ്മറൈസേഷൻ മാത്രമാണ് വരുന്നുള്ളൂ. പക്ഷേ ലേണിങ്ങിനെ നമ്മുടെ ഇൻഡിവിജ്വൽ ആയിട്ടുള്ള വേരിയബിൾസ്, ഇൻഡിവിജ്വലിൻ്റെ പ്രത്യേകതകൾ, അതുപോലെ തന്നെ ടാസ്ക്, അതിൻ്റെ കോംപ്ലക്സിറ്റീസ്, അതിൻ്റെ ആ ഒരു മെത്തേഡ്, രീതികൾ, ഇതെല്ലാം ലേണിങ്ങിനെ ബാധിക്കുന്ന ഫാക്ടേഴ്സാണ്. പക്ഷേ മെമ്മറി ലേണിങ്ങിനെ ബാധിക്കുന്ന വേരിയബിൾ അല്ല. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, യൂസ് ഓഫ് മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻ ഫോർ അസസ്മെൻറ്റ് ലീഡ്സ് ടു ടൈപ്പ് ഓഫ് തിങ്കിങ് എമംഗ് ലേണേഴ്സ്. അതായത് നമുക്ക് പരീക്ഷയ്ക്ക് മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസ് ഉണ്ട്. ഇപ്പോൾ നമ്മളൊക്കെ ചെയ്യുന്ന മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ ഇത് ഏത് തരം തിങ്കിങ് ആണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഡൈവേർജൻറ്റ്, കൺവേർജൻറ്റ്, ക്രിയേറ്റീവ്, റിഫ്ലക്റ്റീവ്. ഇവിടെ ആൻസർ വരുന്ന ഏതായിരിക്കും? ഓപ്ഷൻ ബി ആണ്, കൺവേർജൻ്റ് ആണ്. കൺവേർജൻറ്റ് തിങ്കിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? അവിടെ വൺ സൊല്യൂഷനേ ഉള്ളൂ. ഇവിടെ മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യനിൽ ഒറ്റ ആൻസറേ ഉള്ളൂ. അതായത് ഒരു ആൻസറേ ഉള്ളൂ. ആ ഒരു വൺ സൊല്യൂഷൻ അല്ലെങ്കിൽ ആ വൺ ആൻസറാണ് നമ്മളിവിടെ മാർക്ക് ചെയ്യേണ്ടത്. സോ അതുകൊണ്ട് തന്നെ ഇവിടെ കൺവേർജൻറ്റ് തിങ്കിങ് ആണ് നടക്കുന്നത്. ഡൈവേർജൻറ്റ് തിങ്കിങ് എന്ന് പറഞ്ഞാൽ എന്താണ്? അവിടെ മൾട്ടിപ്പിൾ സൊല്യൂഷനാണ് ഒരു പ്രോബ്ലത്തിന് വരുന്നത്. പിന്നെ അവിടെ ക്രിയേറ്റിവിറ്റിക്കോ റിഫ്ലക്ഷനോ, അതായത് ഇത് എസ്സേ ടൈപ്പ് ഒന്നുമല്ല, അല്ലെങ്കിൽ ഷോർട്ട് ആൻസർ ടൈപ്പോ അങ്ങനെയൊന്നുമല്ല. അതുകൊണ്ട് തന്നെ നമ്മുടെ ക്രിയേറ്റിവിറ്റിയോ റിഫ്ലക്റ്റീവ് തിങ്കിങ്ങോ ഒന്നും ഇവിടെ നടക്കുന്നില്ല. ഇവിടെ കറക്റ്റ് കൺവേർജൻ, അതായത് കറക്റ്റ് വൺ സൊല്യൂഷനാണ് ഇവിടെ വരുന്നുള്ളൂ. അതായത് ആ കറക്റ്റ് ആൻസർ ഏതാണോ അത് നമ്മൾ ഇവിടെ സെലക്ട് ചെയ്യുക എന്നുള്ളതാണ്. സോ അതുകൊണ്ട് തന്നെ മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസിന് കൺവേർജൻ തിങ്കിങ് ആണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ദ മെത്തേഡ് വിച്ച് എൻഷുവർ മാക്സിമം പാർട്ടിസിപ്പേഷൻ ഓഫ് സ്റ്റുഡൻസ് ഇൻ ദ ടീച്ചിങ് ലേണിംഗ് പ്രോസസ്സ്. ടീച്ചിങ് ലേണിംഗ് പ്രോസസ്സിൽ താഴെ കൊടുത്തിരിക്കുന്ന ടീച്ചിങ് ലേണിംഗ് പ്രോസസ്സിൽ സ്റ്റുഡൻസിൻ്റെ മാക്സിമം പാർട്ടിസിപ്പേഷൻ ഉറപ്പുവരുത്തുന്ന മെത്തേഡ് ഏതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. മാക്സിമം നമ്പർ ഓഫ് പാർട്ടിസിപ്പേഷൻ, ഡിസ്കഷൻ മെത്തേഡ്, പ്രോജക്റ്റ് മെത്തേഡ്, ലെക്ചർ മെത്തേഡ്, ടെക്സ്റ്റ് ബുക്ക് മെത്തേഡ്. ഇവിടെ ആൻസർ വരുന്നത് ഓപ്ഷൻ എ ആണ്, ഡിസ്കഷൻ മെത്തേഡാണ്. അതായത് മാക്സിമം പാർട്ടിസിപ്പേഷൻ ഓഫ് സ്റ്റുഡൻസ് എന്നാണ് ഇവിടെ ചോദിച്ചിരിക്കുന്നത്. ലെക്ചർ മെത്തേഡിൽ എന്താ സംഭവിക്കുന്നത്? ടീച്ചർ കുട്ടികളോട് കുറേ കാര്യങ്ങൾ ലെക്ചർ ചെയ്യുന്ന മാത്രമാണ് ചെയ്യുന്നുള്ളൂ. ടെക്സ്റ്റ് ബുക്ക് മെത്തേഡിൽ ജസ്റ്റ് റീഡ് ചെയ്യുന്ന മാത്രമേ ഉള്ളൂ. പ്രോജക്റ്റ് മെത്തേഡിൽ എന്താണ്? 3-4 കുട്ടികൾ ചേർന്ന് ഒരു പ്രോജക്റ്റ് ചെയ്യുന്നു. അപ്പോൾ അവിടെ 3-4 കുട്ടികളുടെ പാർട്ടിസിപ്പേഷനാണ് വരുന്നുള്ളൂ. പക്ഷേ ഡിസ്കഷൻ മെത്തേഡിൽ അങ്ങനെയല്ല. അവിടെ എത്ര പേരുണ്ടോ അവരെ എല്ലാവരെയും അതിൻ്റെ അകത്ത് ഉൾക്കൊള്ളുന്നുണ്ട്. അവിടെ എല്ലാവർക്കും അതിൻ്റെ അകത്ത് പാർട്ടിസിപ്പേഷൻ ഉണ്ട്. മാക്സിമം നമ്പർ നമുക്ക് അതിൻ്റെ അകത്ത് ഉൾപ്പെടുത്താനായിട്ട് സാധിക്കും. സോ അതുകൊണ്ട് തന്നെ ഇവിടെ ആൻസർ വരുന്നത് ഓപ്ഷൻ എ ആണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഹു ഡെവലപ്ഡ് ദ ഹ്യൂറിസ്റ്റിക് മെത്തേഡ് ഓഫ് ടീച്ചിങ്? ഹ്യൂറിസ്റ്റിക് മെത്തേഡ് ഓഫ് ടീച്ചിങ് ഡെവലപ്പ് ചെയ്ത ആരെന്നാണ് ചോദിച്ചിരിക്കുന്നത്. JB കോഡാൻ, കിൽപാട്രിക്, ഹെൻറി എഡ്വേർഡ് ആംസ്ട്രോങ്, ജോൺ ഡാൾട്ടൺ. ഇവിടെ ആൻസർ വരുന്നത് ഓപ്ഷൻ സി ആണ്, ഹെൻറി എഡ്വേർഡ് ആംസ്ട്രോങ് ആണ്. ഹ്യൂറിസ്റ്റിക് മെത്തേഡ് ഓഫ് ടീച്ചിങ് എന്ന് പറയുന്നത് ഒരു സെൽഫ് ഡിസ്കവറി അപ്രോച്ച് അല്ലെങ്കിൽ ടീച്ചിങ് മെത്തേഡാണ്. ഹെൻറി എഡ്വേർഡ് ആംസ്ട്രോങ് ലേറ്റ് 90s ഇത് ഡെവലപ്പ് ചെയ്തെടുത്തത്. കുട്ടികളിലെ ആക്റ്റീവായിട്ടുള്ള ഇൻവോൾവ്മെൻറ്റ് ഉറപ്പുവരുത്തിക്കൊണ്ട് ക്രിയേറ്റിവിറ്റിക്കൊക്കെ വളരെയധികം പ്രാധാന്യം കൊടുത്തുകൊണ്ട് നമ്മൾ ഒരു പ്രോബ്ലത്തിന് സൊല്യൂഷൻ കണ്ടുപിടിക്കുന്നതിനാണ് ഹ്യൂറിസ്റ്റിക് മെത്തേഡ് എന്ന് പറയുന്നത്. കുട്ടികൾ തന്നെ ഇവിടെ ഫാക്ട്സ് ഡിസ്കവറി ചെയ്ത്, അതുകൊണ്ടാണ് സെൽഫ് ഡിസ്കവറി മെത്തേഡ് എന്ന് പറഞ്ഞാൽ ഡിസ്കവറി ചെയ്ത് ഇതിനെ പ്രോബ്ലത്തിന് സൊല്യൂഷൻ കണ്ടുപിടിക്കുകയാണ് ഇവിടെ ചെയ്യുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ,
ടീച്ചിങ് എയ്ഡ് ദാറ്റ് പ്രൊവൈഡ്സ് മൾട്ടി സെൻസറി എക്സ്പീരിയൻസ് ടു ലേണേഴ്സ്. അതായത് ലേണേഴ്സിന് മൾട്ടി സെൻസറി എക്സ്പീരിയൻസ് കൊടുക്കുന്ന ടീച്ചിങ് എയ്ഡ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓഡിയോ എയ്ഡ്, വിഷ്വൽ എയ്ഡ്, ഓഡിയോ വിഷ്വൽ എയ്ഡ്, നണ്ണ്. ആൻസർ വരുന്നത് ഏതായിരിക്കും? ഓപ്ഷൻ സി ആണ്, ഓഡിയോ വിഷ്വൽ എയ്ഡാണ്. അതായത് മൾട്ടി സെൻസറി എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതായത് ഇപ്പം ഇവിടെ 2 സെൻസിനെ യൂസ് ചെയ്തുകൊണ്ടായിരിക്കും. ഓഡിയോ എയ്ഡ്സ് എന്ന് പറയുമ്പോൾ നമ്മൾ കേൾവി മാത്രമേ ഉള്ളൂ, വിഷ്വൽ എന്ന് പറയുമ്പോൾ കാണുക മാത്രമേ ഉള്ളൂ. പക്ഷേ ഓഡിയോ വിഷ്വൽ എന്ന് പറയുമ്പോൾ കേൾവിയുണ്ട് കാണുകയുണ്ട്. അതായത് മൾട്ടി സെൻസറി എക്സ്പീരിയൻസ് ആണ് ഇവിടെ കിട്ടുന്നത്. സോ മൾട്ടി സെൻസറി എക്സ്പീരിയൻസ് കിട്ടുന്ന ടീച്ചിങ് എയ്ഡ് എന്ന് പറയുന്നത് ഓഡിയോ വിഷ്വൽ എയ്ഡാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഹു ഈസ് ദ പ്രൊപ്പോണൻറ്റ് ഓഫ് ആക്ഷൻ റിസർച്ച്? ആക്ഷൻ റിസർച്ചിൻ്റെ പ്രൊപ്പോണൻറ്റ് ആരെന്നാണ് ചോദിച്ചിരിക്കുന്നത്. SM കോറി, സിഗ്മണ്ട് ഫ്രൂഡ്, വില്യം ജെയിംസ്, കാൾ റോജേഴ്സ്. ആൻസർ വരുന്നത് ഓപ്ഷൻ എ ആയിരിക്കും, SM കോറിയാണ്. സ്റ്റീഫൻ M. കോറി എന്ന് പറയുന്ന ലീഡിംഗ് പ്രൊപ്പോണൻറ്റ് ആണ് ആക്ഷൻ റിസർച്ച് ഇൻട്രൊഡ്യൂസ് ചെയ്തത്. ആക്ഷൻ റിസർച്ച് എന്ന വേർഡ് ഇൻട്രൊഡ്യൂസ് ചെയ്ത കർട്ട് ലെവിനാണ്. പക്ഷേങ്കിൽ എഡ്യൂക്കേഷൻ ഫീൽഡിൽ ആക്ഷൻ റിസർച്ച് എന്ന് പറയുന്ന ആ ഒരു പ്രോസസ്സ് അല്ലെങ്കിൽ ആ ഒരു തിയറി പുട്ട് ഫോർവേഡ് ചെയ്തത് SM കോറിയാണ്. ആക്ഷൻ റിസർച്ച് എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മുടെ ക്ലാസ്സിൽ കാണുന്ന ഒരു പ്രോബ്ലത്തിന് ഒരു ഇമ്മീഡിയറ്റ് ആയിട്ടുള്ള സൊല്യൂഷൻ കണ്ടുപിടിക്കുന്നതിനാണ് നമ്മൾ ആക്ഷൻ റിസർച്ച് എന്ന് പറയുന്നത്. അതായത് ഇപ്പം ക്ലാസ്സിൽ ടീച്ചർ കുട്ടികളിൽ റീഡിങ് ഹാബിറ്റ് കുറവാണെന്ന ഒരു പ്രോബ്ലം കണ്ടുപിടിച്ചു. അപ്പോൾ അതിന് സൊല്യൂഷനായിട്ട് ടീച്ചർ സ്റ്റഡിയൊക്കെ നടത്തി കുറച്ച് കാര്യങ്ങളൊക്കെ പ്രപ്പോസ് ചെയ്യുകയാണ് ഇവിടെ ചെയ്യുന്നത്. ഇവിടെ ഒരു റിസർച്ചറിൻ്റെ ആവശ്യമില്ല, ടീച്ചറിന് തന്നെ അത് ചെയ്യാവുന്നതാണ്. നമുക്ക് നമ്മുടെ റിസൾട്ട് ഡിസമിനേറ്റ് ചെയ്യുമെങ്കിലും അതിനൊരു യൂണിവേഴ്സൽ ലെവൽ ആപ്ലിക്കബിലിറ്റി ഇവിടെ വരുന്നില്ല. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, മെത്തേഡ് യൂസ് ടു സ്റ്റഡി അബൌട്ട് എ സിംഗിൾ പേഴ്സൺ, ഇവൻറ്റ് ഓർ ഗ്രൂപ്പ് ഇൻ ഡെപ്ത് ഈസ് നോൺ ആസ്. അതായത് ഒരു സിംഗിൾ പേഴ്സണെ പറ്റിയോ ഒരു ഗ്രൂപ്പിനെ പറ്റിയോ ഇവൻറ്റിനെ പറ്റിയോ ഇൻഡെപ്ത് ആയിട്ട് നമ്മൾ പഠിക്കുന്നതിനെ എന്ത് പേര് വിളിക്കുക എന്നാണ് ചോദിച്ചിരിക്കുന്നത്. എക്സ്പെരിമെൻ്റൽ മെത്തേഡ്, കേസ് സ്റ്റഡി, ഒബ്സർവേഷൻ, ഇൻട്രോസ്പെക്ഷൻ. ഇവിടെ ആൻസർ വരുന്നത് ഏതാണ്? ഓപ്ഷൻ ബി ആണ്, കേസ് സ്റ്റഡിയാണ്. അതായത് ഏതെങ്കിലും ഒരു കാര്യം അല്ലെങ്കിൽ ഒരു വ്യക്തി അല്ലെങ്കിൽ ഒരു ഇവൻറ്റിനെ പറ്റി നമ്മൾ ഇൻഡെപ്ത് ആയിട്ട് പഠിക്കുന്നതിനെയാണ് നമ്മൾ കേസ് സ്റ്റഡി എന്ന് പറയുന്നത്. അതായത് ഇപ്പം നമ്മുടെ ക്ലാസ്സിൽ ഒരു മിസ്ബിഹേവിയർ ആയിട്ട് പെരുമാറുന്ന ഒരു കുട്ടീനെ നമ്മൾ കണ്ടു. അപ്പോൾ ആ കുട്ടിയുടെ പ്രോബ്ലം എന്താണ് അല്ലെങ്കിൽ അതിൻ്റെ മിസ്ബിഹേവിയറിൻ്റെ കാരണം എന്താണ് എന്ന് നമ്മൾ ഇൻഡെപ്ത് ആയിട്ട് അവൻ്റെ ഈ പാസ്റ്റ് തൊട്ട് അവൻ്റെ പേരൻസിനെ വരെ നമ്മൾ ഡിസ്കസ് ചെയ്ത് അല്ലെങ്കിൽ അവരോട് ചോദിച്ച് മനസ്സിലാക്കി അങ്ങനെ കുട്ടിയുടെ ആ ഒരു മിസ്ബിഹേവിയറിൻ്റെ കാരണത്തെ പറ്റി നമ്മൾ ഇൻഡെപ്ത് ആയിട്ട് അവിടെ പഠിക്കുകയാണ് ചെയ്യുന്നത്. അങ്ങനെ ചെയ്യുന്നതിനെയാണ് നമ്മൾ കേസ് സ്റ്റഡി. അതായത് ഈ കുട്ടീനെ അല്ലെങ്കിൽ ഈ കുട്ടിയുടെ ഒരു മിസ്ബിഹേവിയറിന് നമ്മളൊരു കേസായിട്ട് എടുത്ത്, നമുക്കറിയാം ഒരു കേസ് അന്വേഷിക്കാൻ പോകുമ്പോൾ അതിൻ്റെ എല്ലാ വശങ്ങളെപ്പറ്റിയും ചിന്തിച്ച് ഇൻഡെപ്ത് ആയിട്ട് പഠിച്ചിട്ടാണ് നമ്മൾ ആ ഒരു കേസ് മുമ്പോട്ട് കൊണ്ടുപോകുന്നത്. അതുപോലെ തന്നെയാണ് ഇവിടെ നമ്മൾ ഇൻഡെപ്ത് ആയിട്ട് ആ ഒരു കാര്യത്തെപ്പറ്റി പഠിക്കുകയാണ്. ഓരോ സിംഗിളായിട്ടുള്ള അല്ലെങ്കിൽ ഓരോ ചെറിയ കാര്യങ്ങൾക്ക് അവിടെ വളരെയധികം പ്രാധാന്യമുണ്ട്. അതിനെല്ലാത്തിനും പ്രാധാന്യം കൊടുത്ത് നമ്മൾ പഠിക്കുന്നതാണ് കേസ് സ്റ്റഡി എന്ന് പറയുന്നത്. എക്സ്പെരിമെൻ്റൽ മെത്തേഡ് എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മൾ എന്തെങ്കിലും ഒരു കാര്യം ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നു, എന്നിട്ട് ആ ഇൻട്രൊഡ്യൂസ് ചെയ്ത കാര്യത്തെ പറ്റി അതിൻ്റെ എഫക്റ്റീവ്നെസ് ഉണ്ടോ അല്ലെങ്കിൽ അത് എന്തോരം എഫക്റ്റീവാണ്, അത് റിസൾട്ട് എന്താണെന്ന് നമ്മൾ പഠിക്കുന്നതാണ് എക്സ്പെരിമെൻ്റൽ മെത്തേഡ് എന്ന് പറയുന്നത്. ഒബ്സർവേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മൾ ഒബ്സർവ് ചെയ്യുകയാണ് അവിടെ ചെയ്യുന്നത്. ഒരു കാര്യത്തെ നമ്മളിങ്ങനെ നോക്കി വിലയിരുത്താണ് ഒബ്സർവേഷനിൽ ചെയ്യുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ തന്നെ നോക്കി അല്ലെങ്കിൽ നമ്മളെ തന്നെ ഒബ്സർവ് ചെയ്യുകയാണ്. അതായത് നമ്മുടെ തന്നെ തോട്ട്സിനെയും ഫീലിങ്ങിനെയും ഒക്കെ നമ്മൾ തന്നെ നോക്കിക്കണ്ടാൽ സെൽഫ് ഒബ്സർവ് ചെയ്യുന്നതിനെയാണ് നമ്മൾ ഇൻട്രോസ്പെക്ഷൻ എന്ന് പറയുന്നത്. നമ്മളെ തന്നെ മനസ്സിലാക്കി എന്തുകൊണ്ട് അങ്ങനെ സംഭവിച്ചതിനെ പറ്റി നമ്മൾ തന്നെ നോക്കിക്കാണുന്നതിനെയാണ് ഇൻട്രോസ്പെക്ഷൻ എന്ന് പറയുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, the method which involves collection of data through observation, experimentation, formulation and testing of hypothesis. അതായത് നമ്മൾ ഡേറ്റ കളക്ട് ചെയ്യുന്നു, ഒബ്സർവേഷനിലൂടെ എക്സ്പെരിമെൻറ്റേഷനിലൂടെ അതിന് ഫോർമുലേഷൻ നടത്തുന്നു, അതുപോലെ തന്നെ അതിനുശേഷം നമ്മുടെ ഹൈപ്പോത്തീസിസ് ടെസ്റ്റ് ചെയ്യുന്നു. അപ്പോൾ ഇതൊക്കെ അല്ലെങ്കിൽ ഈ മെത്തേഡൊക്കെ ഇൻവോൾവ് ചെയ്യുന്ന ഏത്
അല്ലെങ്കിൽ ഇതൊക്കെ ഇൻവോൾവ് ചെയ്തിരിക്കുന്ന മെത്തേഡ് ഏതാണ് ചോദിച്ചിരിക്കുന്നത്. സയൻറ്റിഫിക് മെത്തേഡ്, ഇൻഡക്റ്റീവ് മെത്തേഡ്, എംപീരിക്കൽ മെത്തേഡ്, സിലോജിസം. ഇവിടെ ആൻസർ വരുന്ന ഏതാണ്? ഓപ്ഷൻ എ ആണ്, സയൻറ്റിഫിക് മെത്തേഡാണ്. സയൻറ്റിഫിക് മെത്തേഡിലാണ് നമ്മൾ ഡേറ്റ കളക്ട് ചെയ്യുന്നത്. ഒബ്സർവേഷനിലും എക്സ്പെരിമെൻറ്റേഷനിലൂടെയൊക്കെ ഡേറ്റ കളക്ട് ചെയ്യുന്നു, അതിനെ ഫോമുലേറ്റ് ചെയ്യുന്നു, നമ്മുടെ ഹൈപ്പോത്തീസിസ് അത് ടെസ്റ്റ് ചെയ്തു, ഹൈപ്പോത്തീസിസ് അക്സെപ്റ്റ് ചെയ്യണോ റിജക്റ്റ് ചെയ്യുകയാണോ നമ്മൾ ചെക്ക് ചെയ്യുന്നു. ഇതെല്ലാം വരുന്നത് സയൻറ്റിഫിക് മെത്തേഡിലാണ്. ഇൻഡക്റ്റീവ് മെത്തേഡ് എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മൾ ഒരു ഡേറ്റയിൽ നിന്ന് ഒരു തിയറി ഫോമുലേറ്റ് ചെയ്യുന്നതിനാണ് ഇൻഡക്റ്റീവ് മെത്തേഡ് എന്ന് പറയുന്നത്. നമുക്ക് കുറേ ഡേറ്റകളൊക്കെ നമ്മൾ കളക്ട് ചെയ്യുന്നു, ആ കളക്ട് ചെയ്ത ഡേറ്റയുടെ ബേസ് ചെയ്തുകൊണ്ട് നമ്മൾ തിയറി ബിൽഡ് ചെയ്യുന്നതിനെയാണ് നമ്മൾ ഇൻഡക്റ്റീവ് മെത്തേഡ് എന്ന് പറയുന്നത്. എക്സ്പീരിയൻസിൽ നിന്നും ഒബ്സർവേഷനിൽ നിന്നും ഒക്കെ നമുക്ക് നോളജ് ഗെയിൻ ചെയ്യുന്നതിനെ ആണ് നമ്മൾ എംപീരിക്കൽ മെത്തേഡ് എന്ന് പറയുന്നത്. ഈ എംപീരിക്കൽ മെത്തേഡാണ് നമ്മൾ എക്സ്പെരിമെൻ്റൽ സ്റ്റഡിയിൽ യൂസ് ചെയ്യുന്നത്. അതായത് നമ്മൾ ഇവിടെ നമ്മുടെ വേരിയബിൾസിനെ മാനിപ്പുലേറ്റ് ചെയ്തിട്ടാണ് ഇവിടെ നമ്മൾ ഫൈൻഡിങ്സ് കണ്ടുപിടിക്കുന്നത്. അതായത് എല്ലാ എക്സ്പെരിമെൻ്റൽ സ്റ്റഡീസും എംപീരിക്കൽ മെത്തേഡ്സാണ് ഫോളോ ചെയ്യുന്നത്. പക്ഷേ എല്ലാ എംപീരിക്കൽ സ്റ്റഡീസും എക്സ്പെരിമെൻ്റൽ മെത്തേഡല്ല. അതൊരു എക്സാമ്പിളാണ് സർവേ. സർവേയിൽ നമ്മൾ എംപീരിക്കൽ മെത്തേഡ് യൂസ് ചെയ്യുന്നുണ്ട്, പക്ഷെ അത് എക്സ്പെരിമെൻ്റൽ റിസർച്ച് അല്ല, അത് വേറെ രീതി. അതായത് നമ്മൾ സർവേയിൽ എന്താ ചെയ്യുന്നത്? നമ്മൾ സർവേ യൂസ് ചെയ്ത് ഡേറ്റ കളക്ട് ചെയ്യുന്നു, അതിനുശേഷം അത് അനലൈസ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അതൊരു സർവേ മെത്തേഡാണ് അവിടെ യൂസ് ചെയ്യുന്നത്. അവിടെ എംപീരിക്കൽ സ്റ്റഡിയാണ്, പക്ഷേ എക്സ്പെരിമെൻ്റൽ മെത്തേഡല്ല. സിലോജിസം എന്ന് പറഞ്ഞാൽ എന്താ? ട്രൂ ആയിട്ടുള്ള പ്രിമിസസിൽ നിന്ന് നമ്മളൊരു വാലിഡ് കൺക്ലൂഷൻ ഉണ്ടാക്കിയെടുക്കുന്നതിനെയാണ് നമ്മൾ സിലോജിസം എന്ന് പറയുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വിച്ച് വേരിയബിൾ ഈസ് കൺസിഡർഡ് ആസ് മാനിപ്പുലേറ്റഡ് വേരിയബിൾ ഇൻ ആൻ എക്സ്പെരിമെൻ്റൽ റിസർച്ച്? അതായത് നമ്മൾ ഒരു എക്സ്പെരിമെൻ്റൽ റിസർച്ചിൽ മാനിപ്പുലേറ്റ് ചെയ്യുന്ന വേരിയബിൾ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഡിപ്പെൻഡൻറ്റ് വേരിയബിൾ, എക്സ്ട്രേനിയസ് വേരിയബിൾ, ഇൻഡിപെൻഡൻറ്റ് വേരിയബിൾ, നൺ. ഇവിടെ ആൻസർ വന്നിട്ട് ഏതായിരിക്കും? ഓപ്ഷൻ സി ആണ്, ഇൻഡിപെൻഡൻറ്റ് വേരിയബിൾ ആണ്. അതായത് നമ്മൾ ഇൻഡിപെൻഡൻറ്റ് വേരിയബിളിനെ മാനിപ്പുലേറ്റ് ചെയ്ത് കഴിയുമ്പോൾ ഡിപ്പെൻഡൻറ്റ് വേരിയബിളിൽ എന്ത് വ്യത്യാസം ഉണ്ടാകും എന്നാണ് നമ്മൾ ഒരു എക്സ്പെരിമെൻ്റൽ സ്റ്റഡിയിൽ അനലൈസ് ചെയ്യുന്നത്. അതായത് ഇപ്പോൾ ഒരു സോഷ്യൽ മീഡിയ യൂസേജ്, അപ്പോൾ ആ സോഷ്യൽ മീഡിയ യൂസേജ് വഴി നമ്മുടെ സോഷ്യൽ സ്കില്ലിൽ എന്ത് മാറ്റം ഉണ്ടാകുന്നു, അല്ലെങ്കിൽ ആ സോഷ്യൽ മീഡിയ യൂസേജിനെ നമ്മൾ മാനിപ്പുലേറ്റ് ചെയ്യുന്നത്. അല്ലെങ്കിൽ നമ്മളിപ്പോൾ ഒരു മെത്തേഡ് ഓഫ് സ്റ്റഡി എടുത്തു കഴിയുമ്പോൾ ഇപ്പോൾ ഒരു മെത്തേഡ് എടുത്തു കഴിഞ്ഞാൽ ആ മെത്തേഡ് വഴി ആ ഡിപ്പെൻഡൻറ്റ് വേരിയബിളിൽ എന്ത് മാറ്റം ഉണ്ടാകും എന്നാണ് നമ്മൾ അവിടെ നോക്കുന്നത്. എക്സ്ട്രേനിയസ് വേരിയബിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇൻഡിപെൻഡൻറ്റ് വേരിയബിൾ അല്ലാണ്ട് നമ്മുടെ ഡിപ്പെൻഡൻറ്റ് വേരിയബിളിനെ അഫക്റ്റ് ചെയ്യുന്ന ഫാക്ടേഴ്സ് കാണും. അതിനെയാണ് നമ്മൾ എക്സ്ട്രേനിയസ് വേരിയബിൾ എന്ന് പറയുന്നത്. അതായത് നമ്മളിപ്പോൾ ഒരു കുട്ടിയുടെ അച്ചീവ്മെൻ്റ് അളക്കുകയെന്ന് വെച്ചോ, അപ്പോൾ അവൻ്റെ ആ സമയത്തെ അവൻ്റെ ആ ഒരു അവൻ ഭയങ്കര സ്ട്രെസ്ഡ് ആണെങ്കിൽ അത് നമ്മുടെ സ്റ്റഡീനെ ബാധിക്കും, ഡിപ്പെൻഡൻറ്റ് വേരിയബിളിനെ ബാധിക്കും. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളാണ് ഈ എക്സ്ട്രേനിയസ് വേരിയബിളിനെ ഭാഗത്തിൽ വരുന്നത്. ലാസ്റ്റ് ക്വസ്റ്റ്യൻ, ദ ഔട്ട്കം വേരിയബിൾ ദാറ്റ് ഈസ് മെഷേർഡ് ഇൻ ആൻ എക്സ്പെരിമെൻ്റൽ സ്റ്റഡി. അതായത് എക്സ്പെരിമെൻ്റൽ സ്റ്റഡിയിൽ നമ്മൾ മെഷർ ചെയ്യുന്ന ഔട്ട്കം വേരിയബിൾ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഇൻഡിപെൻഡൻറ്റ് വേരിയബിൾ, എക്സ്ട്രേനിയസ് വേരിയബിൾ, പ്രഡിക്റ്റർ വേരിയബിൾ, ഡിപ്പെൻഡൻറ്റ് വേരിയബിൾ. ഏതായിരിക്കും? ആൻസർ എഴുതുന്ന ഓപ്ഷൻ 4 ആണ്, ഡിപ്പെൻഡൻറ്റ് വേരിയബിൾ ആണ്. അതായത് നമ്മൾ ഇൻഡിപെൻഡൻറ്റ് വേരിയബിളിൽ അല്ലെങ്കിൽ ഇൻഡിപെൻഡൻറ്റ് വേരിയബിളിനെ മാനിപ്പുലേറ്റ് ചെയ്ത് കഴിയുമ്പോൾ ഡിപ്പെൻഡൻറ്റ് വേരിയബിളിൽ എന്ത് മാറ്റം ഉണ്ടാകും എന്നാണ് നമ്മൾ പഠിക്കുന്നത്. ഡിപ്പെൻഡൻറ്റ് വേരിയബിളിനെയാണ് നമ്മൾ പഠിക്കുന്നത്, അതിൽ എന്ത് മാറ്റം ഉണ്ടാകും എന്നാണ്. സോ നമ്മൾ മെഷർ ചെയ്യുന്ന വേരിയബിൾ ഏതാണ്? ഡിപ്പെൻഡൻറ്റ് വേരിയബിൾ ആണ്. സോ അതുകൊണ്ടാണ് ഇവിടെ ആൻസർ 4 ആയിട്ട് വരുന്നത്. ഇൻഡിപെൻഡൻറ്റ് വേരിയബിളിൽ നമ്മൾ ട്രീറ്റ്മെൻറ്റ് കൊടുക്കുന്നു, ആ ട്രീറ്റ്മെൻറ്റ് അനുസരിച്ച് ഡിപ്പെൻഡൻറ്റ് വേരിയബിളിൽ എന്ത് മാറ്റം ഉണ്ടാകും എന്നാണ് നമ്മളിവിടെ അനലൈസ് ചെയ്യുന്നത്. എക്സ്ട്രേനിയസ് വേരിയബിൾ എന്താണ് നമ്മൾ പറഞ്ഞു, അതായത് നമ്മുടെ റിസർച്ച് സ്റ്റഡീനെ അഫക്റ്റ് ചെയ്യുന്ന, അതായത് നമ്മുടെ ഡിപ്പെൻഡൻറ്റ് വേരിയബിളിനെ അഫക്റ്റ് ചെയ്യുന്ന ഇൻഡിപെൻഡൻറ്റ് വേരിയബിൾ അല്ലാത്ത ഫാക്ടേഴ്സിനെയാണ് നമ്മൾ എക്സ്ട്രേനിയസ് വേരിയബിൾ എന്ന് പറയുന്നത്. സോ നമ്മളിന്ന് 10 ക്വസ്റ്റ്യൻസ് അതിൻ്റെ ആൻസേഴ്സുമാണ് മനസ്സിലായത്. നിങ്ങൾക്ക് മനസ്സിലായത് വിചാരിക്കുന്നു. നമ്മൾ ഒന്ന് കാണാണ്ട് പഠിക്കേണ്ട ആവശ്യമില്ല, ജസ്റ്റ് എന്താണെന്ന് മനസ്സിലാക്കിയിരുന്നാൽ മതി. എന്താണ് ഇൻഡിപെൻഡൻറ്റ് വേരിയബിൾ, ഡിപ്പെൻഡൻറ്റ് വേരിയബിൾ എന്താണ്, ഓഡിയോ വിഷ്വൽ എയ്ഡ്സ് എന്താണ്, അങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മൾ ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കിയിരുന്നാൽ മതി. നമ്മൾ കാണാണ്ട് പഠിക്കേണ്ട ആവശ്യമില്ല. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ സബ്സ്ക്രൈബ് ചെയ്യുകയും തൊട്ടടുത്തുള്ള ബെൽ ഐക്കണിൽ ക്ലിക്ക് ചെയ്യുകയും ചെയ്യുക. താങ്ക്